ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ ബഹിരാകാശ യാത്രികരുടെ ജീവിതം എങ്ങനെ എന്ന ഒരു നാസ പുറത്തുവിട്ട ഒരു ഷോർട്ട് വീഡിയോയുടെ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇതിൽ ചെയ്തു വരുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെയുള്ളവർ ഉറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത്, സ്പേസ് സ്റ്റേഷനിൽ ഉറങ്ങുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അത് കാണാത്തവർ പോയി കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് സ്പേസ് സ്റ്റേഷനിലുള്ളവർ ബ്രഷ് ചെയ്യുന്നത്. ഇവർ രാവിലെ എഴുന്നേറ്റ് അവർ ബ്രഷ് ചെയ്യുന്നത് എങ്ങനെയാണ്, പല്ല് തേക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ത്യൻ വംശീയമായിട്ടുള്ള നാസ സയൻറ്റിസ്റ്റും ആയിട്ടുള്ള സുനിത വില്യംസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. പല്ല് തേക്കാനായിട്ട് അവർ കാണിക്കുന്നത് ഒരു ചെറിയ ഒരു പൗച്ചുണ്ട്. ആ പൗച്ച് തുറന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് അവർ കോമ്പെടുത്ത് അവരുടെ മുടി ചീവുകയാണ്. ആൾ ഭയങ്കര തമാശക്കാരിയാണ്. മുടി ചീവിയിട്ട് എങ്ങനെയുണ്ട്, നന്നായിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. സ്പേസിലായതുകൊണ്ട് തന്നെ മുടി എങ്ങനെ ചീവിയാലും മേളിലേക്ക് തന്നെ ആർപ്പോ ഇറുന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ കാണിച്ചു തരുന്നത് എങ്ങനെയാണ് അവർ ബ്രഷ് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. ബ്രഷ് ചെയ്യാനായിട്ട് പേസ്റ്റ് ഉണ്ട്, ബ്രഷുണ്ട്. പക്ഷേ ഈ പേസ്റ്റ് ഇടുമ്പോൾ കൃത്യമായ ബ്രഷിലേക്ക് വീഴുമെന്നുള്ളതാണ്. പേസ്റ്റ് തലകുത്തി പിടിച്ചാലും നേരെ പിടിച്ചാലും ഒക്കെ കൃത്യമായിട്ട് ബ്രഷിലേക്ക് വരുന്നു. കാരണം ഈ ബ്രഷിനും പേസ്റ്റിനും ഒക്കെ പ്രത്യേകതയുണ്ട്. പേസ്റ്റ് വളരെ സ്റ്റിക്കി ടൈപ്പാണ്. അത് വിട്ട് പോരില്ല. നെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇവർ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് വിട്ട് പോരത്തുള്ളൂ. പിന്നെയുള്ളത് ബ്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഷിലേക്ക് വെള്ളം എങ്ങനെ ഒഴിക്കുന്നതെന്നാണ് കാണിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ആ ഒരു ചെറിയ ഇത് പൗച്ചെടുത്ത് കാണിക്കുകയാണ്. ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓരോ ബബിളായിട്ട് വെള്ളം ഒഴുകി നടക്കുകയാണ്. അപ്പോൾ ആ ബബിള് കൃത്യമായിട്ട് ബ്രഷിലേക്ക് പിടിക്കുന്ന രീതിയിലുള്ള ക്യാച്ചിങ് ടൈപ്പ് സ്വഭാവമുള്ള ബ്രഷാണ് അവർ യൂസ് ചെയ്യുന്നത്. ആ ചെറിയ ബബിളിനെ അവർ വായിലിടുന്നു, വിഴുങ്ങി കുടിക്കുന്നു. ഒരു കുഴപ്പമില്ല, കുടിക്കാമെന്നാണ് അവർ പറയുന്നത്. ഇനി എങ്ങനെയാണ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുപ്പണമല്ലോ. ഇത് തുപ്പാനായിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ലല്ലോ. തുപ്പിക്കഴിഞ്ഞാൽ താഴെയല്ല, അവിടെ മുഴുവൻ പടർന്നു പോകും. കാരണം ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തുപ്പിയത് മുഴുവൻ പറന്ന് നടക്കും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 2 ഓപ്ഷൻ ഉണ്ടെന്ന് പറയാം. ഒന്ന് വിഴുങ്ങുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിഴുങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമല്ല, നമ്മൾ പല്ല് തേച്ചത് വിഴുങ്ങാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു പേപ്പർ ടിഷ്യൂ എടുത്തിട്ട് ആ പേപ്പർ ടിഷ്യൂയിലേക്ക് സ്പിറ്റ് ചെയ്യുക, അതിലേക്ക് തുപ്പിയെടുക്കുക. അതാണ് അവർ 2 ഓപ്ഷൻ ഉള്ളത്. അവർ പല്ല് തേച്ച് കഴിഞ്ഞാൽ വിഴുങ്ങുന്ന ഓപ്ഷനാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എന്നാണ് സുനിത വില്യംസ് പറയുന്നത്. അത് ലിറ്റിൽ ഗ്രോസ് ആണെങ്കിലും ഞാനതാണ് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പല്ല് തേക്കുന്നതെന്നുള്ള ഈ അത്ഭുതകരമായ കാര്യങ്ങളാണ് സുനിത വില്യംസ് ഈ മനോഹരമായ കൊച്ചു ഡോക്യുമെൻ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള ഇവരുടെ ബാത്റൂം യൂസ് എങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് ഇവരുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്, ഗ്രാവിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ള ഇവരുടെ ശരീരത്തിനുള്ള പ്രശ്നങ്ങൾ എന്താണ്, ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെയുള്ള വീഡിയോസാണ് ഇനി അടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോസ് കമൻറ്റിലേക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.